ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വരുമ്പോൾ ലോക്സഭയുടെ 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്നു നടക്കുകയാണ്. 9 സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമായി 96 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന കനൌജിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റുകളിലേക്കും ഇന്നാണ് വോട്ടെടുപ്പ്. MG മിഥുൻ നമുക്കൊപ്പമുണ്ട്. മിഥുൻ, വളരെ പ്രധാനപ്പെട്ടതാണ് 4ാം ഘട്ടത്തിലെ വോട്ടെടുപ്പ്. വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. ഒപ്പം രാജ്യത്തൊരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന BJPയുടെ പ്രതീക്ഷകൾക്ക് വെല്ലുവിളി ഏൽക്കുന്നോ എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം 4ാം ഘട്ടത്തിൽ? സൈത്ത്, 4ാം ഘട്ടത്തിന്റെ പോളിംഗ് പുരോഗമിക്കുകയാണ്. നിലവിൽ 9 മണിവരെയുള്ള പോളിംഗ് ശതമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ളത്. 10.65 എന്ന പോളിംഗ് ശതമാനമുള്ളത്. മുൻകാലങ്ങളിൽ നമുക്കറിയാം 2019 തന്നെ വലിയ പോളിംഗ് ശതമാനം ഉയർന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും ഒക്കെ തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞത് അത് BJPയെ സംബന്ധിച്ചും ഒപ്പം തന്നെ മറ്റു പാർട്ടികളെ സംബന്ധിച്ചും വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുകയും ചെയ്തിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്ന് നിലവിൽ കനൌജിൽ, അതായത് പലയിടത്തും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിപാറ്റുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ആദ്യം പരാതിയുമായി രംഗത്ത് വന്നത് SP ആണ്, സമാജ്വാദി പാർട്ടിയാണ്. അവരുടെ അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന കനൌജി ലോക്സഭാ മണ്ഡലത്തിലെ റാസൽപൂരിലെ 98ാം ബൂത്തിൽ നിലവിൽ വിവിപാറ്റും ഒപ്പം തന്നെ EVM തമ്മിൽ ചില പൊരുത്തക്കേടുണ്ട് എന്നുള്ള ഒരു പരാതി അവർ ഉന്നയിച്ചിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ വോട്ടെടുപ്പ് നിർത്തിവെക്കാനുള്ള ഒരു നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊന്ന് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ പല മേഖലകളിലും വലിയ രീതിയിൽ YSR കോൺഗ്രസും ഒപ്പം തന്നെ TDPയും തമ്മിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. TDP പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചു, ഒപ്പം തന്നെ ബൂത്ത് ഏജന്റുമാരെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള ആരോപണമായി TDPയുടെ അധ്യക്ഷൻ തന്നെ ചന്ദ്രബാബു നായിഡു തന്നെ രംഗത്ത് വരുന്നുണ്ട്. തങ്ങൾ ഇനിയും അക്രമം തുടർന്നാൽ തങ്ങൾ കൈയും കെട്ടി നിൽക്കില്ല എന്നുള്ളൊരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പലയിടത്തും അക്രമ സംഭവങ്ങൾ ഉണ്ടായതെ തുടർന്ന് കർശനമായ സുരക്ഷ ഏർപ്പെടുത്തുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കൂടാതെ പോളിംഗ് ബൂത്തുകൾ തന്നെ തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിലാണ് മറ്റൊരു അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3 ഘട്ടങ്ങളിലും വെസ്റ്റ് ബംഗാളിൽ പലയിടത്തും അക്രമ സംഭവങ്ങൾ ഉണ്ടായി. ഇന്നും സമാനമായ സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടുത്തെ ബൂത്ത് ഏജന്റുമാരെയും ഒപ്പം തന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളെല്ലാം അടിച്ചു തകർത്തിരിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് BJP പ്രധാനമായും ആരോപിക്കുകയും ചെയ്യുന്നത്. പക്ഷേ വോട്ടെടുപ്പിൽ പരാജയപ്പെടുമെന്നുള്ള ഭീതി മൂലമാണ് ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള ആരോപണങ്ങൾ BJP വെച്ച് ഉയർത്തിക്കാട്ടുന്നത് എന്നുള്ളൊരു പ്രതികരണമാണ് TMCയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയ പോളിംഗ് ശതമാനത്തിലേക്ക് ഉയരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാ പാർട്ടികളും മുന്നിട്ട് വെക്കുന്നത്. രാവിലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ പ്രമുഖരും വോട്ട് ചെയ്യാൻ രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ 175 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് കൂടി നടക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കളും ഒപ്പം തന്നെ സിനിമാ രംഗത്തു നിന്നുള്ള എല്ലാ പ്രമുഖരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. തെലങ്കാനയിലും മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, തെലങ്കാനയിൽ 17 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. അവിടെ ഇത്തവണ NDA കൂടുതൽ മേൽക്കൈ നേടുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. കാരണം 2 അക്കത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്നുള്ളൊരു പരാമർശം നേരത്തെ തന്നെ BJP നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ പ്രചാരണമായിരുന്നു ഈ 2 സൗത്ത് ഇന്ത്യക്ക് എതിരിച്ച് നടക്കുമ്പോൾ കാണാൻ സാധിക്കുകയും ചെയ്തത്. മറ്റൊന്ന് സൈത്ത് സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ 4ാം ഘട്ടം മുൻകാലങ്ങളിൽ 2019 കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവിടെ ഈ 4ാം ഘട്ടത്തിൽ 42 സീറ്റുകളിൽ BJPക്ക് ഒറ്റയ്ക്ക് അവിടെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഘടകകക്ഷികൾക്ക് ബാക്കിയുള്ള സീറ്റുകളിൽ 12 സീറ്റുകൾ ഒഴികെ ബാക്കിയുള്ള സീറ്റുകളിലെല്ലാം വിജയിക്കാൻ സാധിച്ചിരുന്നു. 12 സീറ്റുകളിൽ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് വിജയിക്കാൻ അതായത് ഇപ്പോൾ നിലവിൽ ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടികൾക്ക്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് വിജയിക്കാൻ സാധിച്ചതെന്നുള്ളത് തന്നെയാണ്. 84 വിജയം കരസ്ഥമാക്കിയ NDAക്ക് ഇത്തവണ അതിൽ കൂടുതൽ ഈ 4ാം ഘട്ടത്തിൽ നേടാൻ സാധിക്കുമെന്നുള്ള വിലയിരുത്തലുണ്ട്. എന്തായാലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും വിഭിന്നമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഇത്തവണ കാറ്റ് മാറി വീശുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും തെലങ്കാനയിൽ കോൺഗ്രസ് വലിയ രീതിയിൽ മുന്നേറ്റം നടത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ പുറത്തുവരുന്ന കണക്കുകൾ അനുസരിച്ച് 9 മണിവരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോളിംഗ് ശതമാനം പുറത്തുവിട്ടതനുസരിച്ച് 10.65% പോളിംഗ് ഉയർന്നിരിക്കുന്നത്. അതാണ് സാഹചര്യം. സംസ്ഥാന 4ാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം സവിശേഷമാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാറിമറിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നു എന്നതാണ്.